ഈ നവകേരള സദസ്സിന്റെ നിറം കെടുത്തുന്നതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയത്. അത്തരം കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ്. പത്തനാപുരത്തെ സംബന്ധിച്ച് ഏതൊരു മാധ്യമക്കാർക്കും ഞങ്ങൾ അയച്ച 50 പേരുടെ ലിസ്റ്റ് തരാൻ തയ്യാറാണ്. ആ ലിസ്റ്റിൽ പ്രമാണിമാരും പണക്കാരും കോടീശ്വരന്മാരും ഒന്നുമില്ല. സാധാരണക്കാരൻ, സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ, സമൂഹത്തിന് സംഭാവനകൾ നൽകുന്നവർ, അവരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വന്നിരിക്കുന്ന വലിയ ഒരു ജനസഞ്ചയത്തിന്റെ ഒരു പരിച്ഛേദത്തെയാണ് ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് പ്രഭാത സദസ്സിൽ പങ്കെടുക്കാൻ അയച്ചിട്ടുള്ളത് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. വലിയ ഒരു ചെലവേറിയ പരിപാടിയാണ് ഇത് എന്നൊരു പ്രചരണമുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് കറുത്ത കൊടിയുമായി ചില ആളുകൾ. കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല. നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട്. കറുത്ത കൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ച, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടുവന്ന് റോഡിലിരുത്തിയിരിക്കുക. വളരെ വേഗത്തിൽ വരുന്ന വാഹന വ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക്, സമരക്കാർക്ക് ഓടി മാറാം. പക്ഷെ ഒരു അംഗപരിമിതനെ ഇത്രയും വേഗത്തിൽ വരുന്ന 10-20 വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺവോയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അംഗപരിമിതന് മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നുകൊണ്ട്, നടക്കാൻ പറ്റാത്ത ആളാണ്, ഇരുന്നുകൊണ്ട് കരിങ്കൊടി വീശാം, നമ്മൾ എതിരല്ല. പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ വാഹന വ്യൂഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക, അദ്ദേഹത്തെ എടുത്ത് മാറ്റി ഇരുത്തണ്ടേ? അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ? തെറ്റല്ലേ ചെയ്യുന്നത്? അംഗപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കിക്കൊണ്ടുള്ള തരം താഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എനിക്കറിയാത്തൊരു ചോദ്യം, ഞാനൊരു 23 വർഷമായിട്ട് MLA ആണ്. കേരളത്തിന്റെ നിയമസഭയിൽ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ എന്നെ 5 തവണ അയച്ചു. രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവും വളരെ സജീവമായിരുന്നു. 2 വർഷങ്ങളോളം, 50-60 വർഷം ജനിച്ചു വളർന്നതേ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടിയിൽ ഇത്തരം വേലകൾ കാണിക്കാൻ പോകുന്നവരെ ആഹ്വാനം ചെയ്യേണ്ട ഒരാളുണ്ട്. ഒന്നുകിൽ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് ആഹ്വാനം ചെയ്യണം. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണം മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കണം. ആരാണ് ഇതിൽ ആഹ്വാനം ചെയ്തത്? UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഉത്തരം പറയണം. ഇല്ല. ഏതെങ്കിലും പത്രങ്ങളിലോ TVകളിലോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രസിഡന്റോ എല്ലാ സ്ഥലത്തും പോയി യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് പറഞ്ഞോ? യൂത്ത് കോൺഗ്രസുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേ KPCC പ്രസിഡന്റ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടിക്കുന്നവൻ നമ്മുടെ ആൾ, കള്ളം ചെയ്യുന്നവൻ നമ്മുടെ ആളല്ല, കുഴപ്പമുണ്ടാക്കുന്നവൻ നമ്മുടെ ആളാണ്. അതെന്ത് ശാസ്ത്രമാണ്? നമ്മുടെ ആളാണെങ്കിൽ നമ്മളാണ്, തെറ്റ് ചെയ്താലും ശരി ചെയ്താലും നമ്മുടെ ആളാണെന്ന് പറയണം. എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത്? സർക്കാരിന്റെ ദൂർത്ത് എന്നാണ് ന്യായം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പത്തനാപുരത്തെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ഞാനാണ്. പഞ്ചായത്തുകൾ വഴി ഉത്തരവ് തന്നു എന്ന് പറയുന്നു. ഹൈക്കോടതി ഇടപെടലുണ്ടായി. കമ്മിറ്റി പൂർണ്ണമായി തീരുമാനിക്കാതെ പൈസ തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാണുന്ന ഈ ഒരുക്കങ്ങളെല്ലാം ഞാൻ നേതൃത്വം കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് നിന്ന് ഓരോ കമ്മിറ്റിയുടെയും കൺവീനർമാരെ സഹകരിച്ച് നിന്ന് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും സ്പോൺസർഷിപ്പ് വാങ്ങിച്ചാണ് നടത്തുന്നത്. എല്ലാവരും മനസ്സിലാക്കാൻ സർക്കാരിന്റെ ഒരു ദൂർത്തുമില്ല. ഈ പരിപാടിയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പൈസ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുക, വെറും 3 ലക്ഷം രൂപയിൽ താഴെ. അപ്പൊ സർക്കാരിന് എന്ത് ദൂർത്ത? 3 ലക്ഷം. അതേസമയം ഇതിനെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള UDF സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി. ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് 7 കോടി 8 കോടി രൂപയാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും 5 കോടി രൂപയാണ്. അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് 7 കോടി 8 കോടി ചിലവഴിച്ച് രാവിലത്തെ കാപ്പി, ഊണ്, വെള്ളം, താമസം, ഉദ്യോഗസ്ഥന്മാരെ പന്തല്, മറ്റത് മറിച്ചത് എല്ലാം കൂടി 7 കോടി രൂപ ശരാശരി ചെലവഴിച്ച് എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹായമായി കിട്ടിയ 5 കോടി രൂപയാണ്. എങ്ങനെയാണ് ഈ 5 കോടി നിന്നത്? തെന്മലയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിലിൽ കിടക്കുന്ന പാവങ്ങളെ ഞാനടക്കം
ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു 50,000, 1,00,000. അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതായിരുന്നു. ഞാനും ഒരു മന്ത്രിയായിരുന്നു, ഞാനും എഴുതി. എൻ്റെ നാട്ടുകാർക്ക് 1,75,000 കിട്ടിയതാർക്കാ? ഫാത്തിമ കോളേജിൽ പോയപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്താ ഒരു ആൾക്കൂട്ടം എന്ന് ചോദിച്ചു. അപ്പൊ ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു, അവിടെ മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുക പറഞ്ഞു. എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. വെള്ള പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, എഴുതിയാൽ മതി എന്ന്. വെള്ള പേപ്പറിൽ എഴുതി, എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ്. ഉടൻ അതിൻ്റെ അടിയിൽ 3,000, 4,000, 5,000 എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തു. അന്നത്തെ മുഖ്യമന്ത്രി ആ 3,000, 4,000, 5,000 മാറിയതാണ് ഈ 5 കോടി രൂപ. എന്നാൽ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിലിൽ കിടന്ന് ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി 50 കിട്ടിയില്ല, 75 കിട്ടിയില്ല. ഈ 3,000 കാരൻ വഴിയെ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്കും ശ്വാസം മുട്ടുന്നെന്ന് തോന്നിയവർക്കും അവർക്കെല്ലാം കിട്ടി 3,000, 4,000 രൂപ വെച്ച്. ഇതാണോ ജനസമ്പർക്ക പരിപാടി? ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിന്റെ ചുമതല നമ്മൾ. അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിർവഹിക്കുന്നത്. ആഡംബരത്തിനും ധൂർത്തിനുമെതിരെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ കരിങ്കൊടി കാണിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റി. 3 ലക്ഷം രൂപയെ തന്നുള്ളൂ സർക്കാരിൽ നിന്ന്. ബാക്കി മന്ത്രിമാരും അവരുടെ സ്വന്തം കാറിൽ പോകുന്നില്ല. ഒരു ബസ്സിനകത്ത് പറയുന്നതായിട്ടാ തോന്നും. ബസ് എന്ത് ബസ്? ഒരു സാധാരണ ബസ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ചു നോക്കിയ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആ ടൂറിസ്റ്റ് ബസ്സിന് 2.5 കോടി രൂപ വിലയുണ്ട്. ആ ടൂറിസ്റ്റ് ബസ്സിന് ഞാൻ ഓടിച്ച വണ്ടിക്ക്. ഈ വണ്ടി 1 കോടി രൂപയുടെ ഒരു ബസ്സിനകത്ത് ആകെയുള്ള എന്താ, സ്ത്രീകളായ 3 മന്ത്രിമാരോടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരു ടോയ്ലറ്റ് അതിനകത്ത് സ്ഥാപിച്ചു. ഇവിടെ ഇന്നോവ കാറിൽ വരെ ആളുകൾ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത്. കാലം മാറി. നമ്മുടെ സെൻസ് ഇവിടെ പിന്നെ ഇവിടുത്തെ സെൻറ്റ് സ്റ്റീഫൻസിലെ ഇവിടുത്തെ സിസ്റ്ററിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. സിസ്റ്റർ യാത്ര ചെയ്യുന്ന ടെമ്പോ ട്രാവലർ ഹോസ്പിറ്റലിൽ പോകണം കൊട്ടിയത്ത്. സിസ്റ്ററുടെ വണ്ടിക്കകത്ത് ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു വലിയ ആഡംബരമൊന്നുമല്ല. 20 മന്ത്രിമാർ, 3 വനിതകളായ മന്ത്രിമാരടക്കം യാത്ര ചെയ്യുന്നവർ ഒരു ദീർഘയാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു ടോയ്ലറ്റ് വെച്ച് വലിയ കുറ്റമായി പോയി. നിങ്ങൾ മനസ്സിലാക്കണം. ഭാരത് ബെൻസ് ഇവിടെ പാറ കൊണ്ടുവന്ന വണ്ടിക്ക് ഇതിനേക്കാളും വിലയുണ്ട്. ഇതിലെ പാറയടിക്കുന്ന വണ്ടിയില്ലയോ, അതിന് ഈ മുഖ്യമന്ത്രി പോകുന്ന ബസ്സിനേക്കാൾ വിലയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് അറിയാവുന്നതുകൊണ്ട് പറയുന്ന ഒരു ഇന്നോവ കാർ 48 ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടത്തില്ല നാട്ടിൽ. മാരുതി കാർ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ മാരുതി കാർ. ഞാൻ ആദ്യമായി എനിക്ക് ബികോമിന് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു കാർ വാങ്ങിച്ചു വന്നു. അന്ന് എയർ കണ്ടീഷനുള്ള മാരുതി കാറിന് 1 ലക്ഷം രൂപയായിരുന്നു. അന്ന് 1 ലക്ഷം. ഒരു മാരുതി കാർ 7-8 ലക്ഷം രൂപ അത് കിട്ടത്തില്ല. ഏറ്റവും ചെറിയ വണ്ടി. മുഖ്യമന്ത്രി 1 കോടി രൂപയുടെ 1 കോടി രൂപയുടെ വണ്ടി KSRTCക്ക് വാങ്ങിച്ചതാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഓടുന്ന സ്കാനിയ ബസ്സുകൾ, KSRTC ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുണ്ടല്ലോ, അതിന് ഇതിനേക്കാളും വിലയുണ്ട്. വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ്. അപ്പൊ പറഞ്ഞു പൊങ്ങും താഴും. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തേക്ക് പൊങ്ങി വരണം. അവിടെ നിന്ന് അദ്ദേഹം കൈവീശി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമായിരുന്നു. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാന്തര ഐഡിയ പറഞ്ഞു കൊടുത്തേനെ. നമ്മളൊരു വേറൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ദരിദ്രന്മാരുടെ യുഗത്തിലല്ല. നമ്മൾ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ്, അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ റെയിലിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. റെയിലിനെ പറ്റി പറയുമ്പോൾ എതിർക്കുകയാണ്. ഇപ്പൊ പറയുന്നു പെട്ടെന്ന് യാത്ര ചെയ്യാൻ സൗകര്യമായിപ്പെടും. പിന്നെ വന്ദേ ഭാരത് വന്നതുകൊണ്ട് രാവിലെ 6 മണിക്ക് ട്രെയിനിൽ കയറിയാൽ 1:30 കാസർഗോഡ് എത്താൻ കൊള്ളാം. പക്ഷെ വന്ദേ ഭാരത് വന്നപ്പോൾ മറ്റെല്ലാ ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവരും മാധ്യമങ്ങളും കരയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊന്നാലെങ്കിലും ഇതൊക്കെ ഇരട്ടത്താപ്പ് നയങ്ങളാണ്. ഈ പ്രതിഷേധങ്ങൾ തട്ടിപ്പാണ്. കാരണം ആദ്യമായി കേരളത്തിൽ ഒരു ഹൈസ്പീഡ് ട്രെയിനിന് വേണ്ടി വഴിയെടുക്കണമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈസ്പീഡിൽ ഒരു ട്രെയിന് പോകണം എന്ന് പറയുന്നത് 2001 AK ആന്റണി സർക്കാരിൽ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായ MK മുനീർ പറഞ്ഞു 6 വരി പാത, 3 വരി അങ്ങോട്ട് 3, അതിന്റെ സൈഡിൽ അങ്ങോട്ടൊരു ട്രെയിൻ ഇങ്ങോട്ട് ട്രെയിൻ, അങ്ങനെ 50 മീറ്റർ ദൂരം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കഴക്കൂട്ടം വരെ ഒരു റോഡ് നിർമ്മിക്കണം എന്ന് അദ്ദേഹം ഒരു ആശയം കൊണ്ടുവന്നു. ആ ആശയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്തു. അന്ന് CPM അതിനെ എതിർത്തില്ല. അന്ന് എതിർത്തത് വീരേന്ദ്രകുമാർ സാറായിരുന്നു. അദ്ദേഹം മാത്രമേ എതിർത്തുള്ളൂ. ബാക്കി ആരും CPM അതിനെതിരല്ലായിരുന്നു. നടത്തട്ടെ വെച്ച് നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം 5 കിലോമീറ്റർ വെച്ച് പണിയാമെന്ന് കമ്പനികൾ പറഞ്ഞു. പക്ഷെ അത് നടത്തിയില്ല. നടത്താനുള്ള ആംബിയർ ഉണ്ടായില്ല.